എൻ്റെ പേര് ജോസഫ് ബെന്നി. ഞാൻ ഈ ഭൂസംരക്ഷണ സമരസമിതിയുടെ കൺവീനറാണ്. ഞങ്ങൾ 2017 സിദ്ദിഖ് സേട്ടുവിൻ്റെ അനന്തരാവകാശികളായ 4 വ്യക്തികൾ, അതായത് MS സുബൈദ ബീബി, നസീർ സേട്ട്, ഇസ്മയിൽ സേട്ട്, ഇർഷാദ് സേട്ട് തുടങ്ങിയ 4 വ്യക്തികൾ ഇവിടെ 404 ഏക്കർ ഭൂമി വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. അത് അന്യാധീനമായി കിടക്കുകയാണ്. അതിനെ സംരക്ഷിക്കണം, അത് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞ് വഖഫ് ബോർഡിന് പരാതി കൊടുക്കുകയും വഖഫ് ബോർഡ് ഫറൂഖ് കോളേജ് അറിയിക്കുകയും അവരുടെ വക്കീൽ വഖഫ് ബോർഡിൽ ഹാജരാവുകയും ഈ പറയുന്ന അനന്തരാവകാശികളായ 4 വ്യക്തികളുടെ വക്കീൽ വഖഫ് ബോർഡിൽ ഹാജരായി. തുടർന്ന് വഖഫ് ബോർഡ് ഒരു എൻക്വയറി കമ്മീഷൻ, 2 അംഗ എൻക്വയറി കമ്മീഷനെ വയ്ക്കുകയും ഈ കമ്മീഷൻ ഇവിടുത്തെ താമസിക്കുന്ന 610 കുടുംബങ്ങളെ ഞങ്ങൾക്ക് നോട്ടീസ് നൽകുകയോ ഞങ്ങളോട് ആലോചിക്കുകയോ അറിയിക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിലാണ് വഖഫ് ബോർഡിൻ്റെ അസറ്റിലേക്ക് 2019 വഖഫ് ബോർഡ് എഴുതിയെടുക്കുന്നത്. എന്നിട്ടും 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കരമടക്കാൻ ചെന്നപ്പോൾ ഇത് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് കരമടക്കാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ പൊസഷൻ അല്ല എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇവിടുത്തെ ഈ ജനത്തിൻ്റെ അവകാശങ്ങൾ റവന്യൂ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ ഇത് കുറേയേറെ നാളുകൾ അനന്തമായി ഈ വഖഫ് ബോർഡിൻ്റെ അസറ്റിൽ ഇരിക്കുകയാണെന്ന് പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരു വിദ്യ കൂടിയായിരുന്നു ഈ 2019 മുതൽ 2022 വരെ 3 വർഷം ഞങ്ങളെ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ വീണ്ടും 2024 അവസാനിക്കാറായി. അപ്പോൾ ഒരു 5 വർഷ കാലാവധി ഇതോടൊപ്പം തന്നെ തീരുകയാണ്. അവരുടെ ഒരു ഗൂഢമായ അജണ്ട കുറേയേറെ നാളുകൾ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുന്നതിലൂടെ ഈ ഭൂമി പിടിച്ചെടുക്കാമെന്നുള്ളതാണ്. അത് തെറ്റായ ഒരു തീരുമാനമാണ്. ഞങ്ങൾ 2 വർഷവും 9 മാസവും സമരമാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇതിൻ്റെ ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുകയും ഗവൺമെൻറ്റായിട്ട് ചേർന്ന് നടക്കുകയുമായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോയില്ല എങ്കിൽ, കോടതി വ്യവഹാരങ്ങളുമായി നടക്കുകയാണെങ്കിൽ അസറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു നീണ്ട വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഗൂഢതന്ത്രത്തിൻ്റെയും നീക്കത്തിൻ്റെയും ഫലമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇവിടെ ഈ പള്ളിയുടെ അങ്കണത്തിൽ ഒരു നിരാഹാര സമരം തുടങ്ങുന്നത്. ഇന്ന് 50 ദിവസമായി. ഞങ്ങൾ ഈ 50 ദിവസമാകുമ്പോൾ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു സമരം, 1,00,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യക്ഷ സംഘടിതമായ ആസൂത്രണമുള്ള ഒരു സമരമായിരുന്നു ഇന്ന് ഞങ്ങൾ ആവിഷ്കരിച്ചിരുന്നത്. അത് ഇടക്കൊച്ചിയിൽ നടന്ന KLCA മീറ്റിങ്ങിൽ എല്ലാ ലാറ്റിൻ കാത്തോലിക്ക സഭയുടെ മുഴുവൻ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന ഒരു മീറ്റിങ്ങിൽ അത് തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഗവൺമെൻറ് ശക്തമായി ഇടപെടുകയും ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇവിടുത്തെ 610 കുടുംബങ്ങളെ റവന്യൂ അവകാശങ്ങൾ ഏത് വിധേന പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാനും വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മിനിസ്റ്റർ രാജീവ് മന്ത്രിയും ഞങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ സമരമുറകൾ നിർത്തിവെച്ചുകൊണ്ട് നിരാഹാരവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത 75 ദിവസം ആകുമ്പോൾ, അതായത് ഇനി 25 ദിവസം കൂടി കഴിയുമ്പോൾ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏത് വിധേയനയാണ് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കും. അതല്ല, ഞങ്ങളെ കൂടുതലായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെ ഞങ്ങൾ സംഘടിതമായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയ മീറ്റിങ്ങുകളിലെല്ലാം തീരുമാനമെടുത്തിരുന്നു. അത് SNDP സമുദായവും അതേപോലെ തന്നെ കുടുംബി സമുദായവും വേട്ടുവ സമുദായവും AKCCയും ആഗോള കത്തോലിക്ക കോൺഗ്രസും ലത്തീൻ സമുദായം എല്ലാവരും കൂടി എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് അതിനെ ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ വളരെ സമാധാനപരമായ നിരാഹാര സമരമാണ് ആവിഷ്കരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ ഞങ്ങൾക്ക് പൂർണ്ണമായ അവകാശങ്ങൾ സ്ഥാപിച്ചു തരും എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ്. ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ ഫുൾ ടൈം പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെയാണ് നേരത്തെയും ഈ തിരുവനന്തപുരത്ത് പല വട്ടങ്ങളിലൊക്കെ പോയി ഞങ്ങൾ ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വികാരി അച്ഛനും ഇതിൻ്റെ പിന്നിൽ ഫുൾ ടൈം ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ എന്താവശ്യമുണ്ടോ, ഏത് രീതിയിലാണോ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് അതിനുള്ള
എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് സന്നദ്ധമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ ഞങ്ങൾക്കതപ്പം മനസ്സിലാവും. കാരണം ഒരു കമ്മീഷനെ വെച്ചു, ആ കമ്മീഷൻ അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ അനുദിനം കോണ്ടാക്റ്റ് ചെയ്യും. അതിനുള്ള ഗ്രൂപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നാലെ ഞങ്ങൾ പാഞ്ഞുകൊണ്ടേയിരിക്കും. നിരാഹാര സമരത്തിൻ്റെ 100 ദിനമാകുമ്പോൾ ഏകദേശം ഞങ്ങൾ ഈ ഭൂമി നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയാണ്. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും സ്ഥാപിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആദ്യത്തെ ഇടവക തിരിഞ്ഞ് ഞങ്ങൾ കിട്ടുമ്പോൾ ആദ്യത്തെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഞാനായിരുന്നു. ആ സമയത്ത് ഇവിടെ 640ഓളം വരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ കുടുംബങ്ങളിൽ നിന്നും ഏകദേശം 100 ചില്ലാൻ കുടുംബങ്ങൾ ഇവിടെ നിന്നും വിറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന 5 സ്ഥലങ്ങളിൽ 5 വീടുകളും കാലിയായി കിടക്കുകയാണ്. അത് റിസോർട്ട് മാഫിയ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചിന്തിക്കാൻ പറ്റും? അങ്ങനെ ഇവിടുത്തെ ആളുകളിൽ നിന്നും വിറ്റുപോയി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ വേണ്ടി മറ്റു പലർക്കും കൈമാറിയ സ്വത്തുക്കൾ, അത് ഹോം സ്റ്റേ ഉണ്ടാകാം, റിസോർട്ട് ഉണ്ടാകാം, കമ്പനി ഉണ്ടാകാം, പലചരക്കട ഉണ്ടാകാം, അത് റിസോർട്ട് മാഫിയ ആണെന്ന് പറയുന്നതിൽ യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്തതാണ്. ഞങ്ങൾ ഇപ്പോഴും താമസിക്കുന്ന 610 കുടുംബങ്ങൾ ഇതിൻ്റെ അകത്ത് പെട്ടുകിടക്കണയാണ്. അപ്പോൾ റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത വാക്കുകളാണ്.